ഡ്രമ്മുകളിലും ചട്ടിയിലൊക്കെ ഇതുപോലെ മാവ് കൊലകുത്തി കാച്ചി കിടക്കുന്നത് കണ്ടപ്പോഴുള്ള ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ആക്കണമെന്ന്. അതിനേക്ക് വേണ്ടി എന്നോ വാങ്ങി വെച്ച പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതുവരെ നമ്മൾ പോട്ട് ചെയ്തില്ല എന്ന് മാത്രം. ഇന്നിപ്പോൾ ഏതായാലും പോട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ നല്ലൊരു പോട്ടിംഗ് മിക്സ് സെറ്റ് ആക്കണം. അതിനുവേണ്ടി നല്ല ചുവന്ന മണ്ണിലേക്ക് നമ്മൾ കുറച്ച് ഉമി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചകിരിച്ചോറിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് ഉമിയാണ്. പിന്നെ ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റോക്ക് ഫോസ്ഫേറ്റ്, എല്ലുപൊടിക്ക് പകരമായിട്ട് റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ കുറച്ച് പിണ്ണാക്ക്. ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടിംഗ് മിക്സ്ചർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമുക്ക് നിറയ്ക്കാൻ തുടങ്ങാൻ തന്നെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓടും കഷ്ണം നമ്മൾ നിരത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് അടക്കത്തോടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കരിയില കിട്ടാത്തതുകൊണ്ട് കുറച്ച് പച്ച പുല്ലാണ് ഇടുന്നത്. അങ്ങനെ പച്ച പുല്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് പോട്ടിംഗ് മിക്സ്ചർ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ ചട്ടികളിലുമായിട്ട് നമ്മൾ ആദ്യം തന്നെ പോട്ടിംഗ് മിക്സ്ചർ നിറച്ചിട്ടുണ്ട്. പകുതിയാണ് നിറച്ചത്. ഇനി അതിലേക്ക് നമുക്ക് പ്ലാന്റ് മാറ്റി നടാം. അങ്ങനെ കറുത്ത കവറൊക്കെ കീറിയിട്ട് നമ്മൾ ഓരോ ചെടിയായിട്ട് നട്ടു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ബഡ് ചെയ്ത പോർഷൻ മണ്ണിന് മുകളിൽ വരുന്ന രീതിക്ക് വേണം നടാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ചെടിയും നമ്മൾ കുറച്ച് സാഫ് വെച്ച് കലക്കിയിട്ട് നനച്ചു കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ റൂട്ടിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും പൊട്ടലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ പ്ലാന്റ് ഹെൽത്തി ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നട്ടു കൊടുത്തത് ഒരു മേർ ലെമൺ നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ പ്രിയൂഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവുണ്ട്, കുളമ്പുണ്ട്, മൂവാണ്ടനുണ്ട്, കോട്ടൂർ കോണമുണ്ട്. ഇത്രയും വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത്. അതൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ ടെറസ് ഗാർഡനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ബാക്കിൽ നമുക്ക് കാണാം കുറച്ച് മുന്നേ നമ്മൾ പ്ലാന്റ് ചെയ്തെടുത്തൊരു കുറച്ച് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ ഈ പ്ലാന്റ്സ് കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ വളർന്ന് സെറ്റായിട്ട് വരട്ടെ. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.